ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഏപ്രിൽ മാസം 22-നാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടന 26 ജീവനുകൾ കവർന്നെടുത്തത്. അപ്പോൾ കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കേണ്ടതില്ല എന്ന ആഹ്വാനം അത് പരസ്യമായി നടത്തിയ ഒരു ഭീകരാക്രമണമായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 7 മാസങ്ങൾ പിന്നിടുമ്പോൾ രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം അത് ചെന്നെത്തി നിൽക്കുന്നത് മറ്റൊരു ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയിലേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ പ്രസ്ഥാനങ്ങളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയിലേക്ക്. ഇത്രത്തോളം ഗൗരവമേറിയ നിലയിൽ ഇസ്ലാമിക ഭീകരവാദം കരുത്താർജിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് ഭീകരതയ്ക്ക് മതമില്ല എന്നുള്ളതാണ്. അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഭീകരതയ്ക്ക് മതമില്ല എന്ന വാക്യം മതേതരത്വം പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിക്കുന്ന ചിലർ പറയുന്ന വാക്യം മാത്രമാണ്. സത്യത്തിൽ കുറുക്കൻ കോഴിയെ പിടിക്കാറില്ല എന്ന വാക്യമാണ് കുറച്ചുകൂടെ ഭേദം. ഇവർ ആസൂത്രിതമായി ഈ രാജ്യത്തിനെതിരെ വളരെ കാലമായി വിദേശ ഫണ്ടിങ്ങോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഒന്നാം തരം ഭീകരവാദ പ്രവർത്തനമാണിത്. ഇത്തവണ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ വൈറ്റ് കോളർ ടെററിസമാണിപ്പോൾ. നോക്കൂ, പിടിക്കപ്പെട്ട ഡോക്ടർമാരുടെ ഒരു ഫ്രറ്റേണിറ്റിയാണ്. എല്ലാവരും വിദ്യാസമ്പന്നരാണ്. അവർക്ക് കൃത്യമായിട്ട് വിഷം എക്സ്ട്രാക്ട് ചെയ്യുന്ന പരിപാടിയുള്ളവരാണ്. എന്തിനാണ് ഇത്രയധികം വിഷം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ഇത് ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിൽ കലർത്താം, ആളുകൾ കൂടുന്നിടത്ത് അന്നദാനശാലകൾ കൊടുക്കാം. അങ്ങനെ മാസീവായിട്ടുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു ഈ ജിഹാദികൾ. അവരുടെ വിങ്ങിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ ഇനിയുമായിട്ടില്ല. ഇവിടെ പിടിക്കപ്പെട്ട പലരിലും ഡോക്ടർ ഷഹീൻ എന്ന സ്ത്രീ ജയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീ വിഭാഗത്തിന് തലപ്പത്തിരിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പേര് തന്നെ നോക്കൂ, ഷഹീൻ. ഏതാണ്ട് 2008 നമ്മൾ പറഞ്ഞിരുന്നു, കേരളത്തിൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാനും ഇതര മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാനും കൺവേർട്ട് ചെയ്ത ശേഷം സിറിയയിലോ അല്ലെങ്കിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലോ ചേർക്കുവാനും വേണ്ടി അതിശക്തമായിട്ട് ഒരു ഫോഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജസ്റ്റിസ് ശങ്കരൻ അന്ന് പറഞ്ഞപ്പോൾ അതിൽ പെൺകുട്ടികളുടെ വിങ്ങിന്റെ പേര് ഷഹീൻ ഫോഴ്സ് എന്നായിരുന്നു. അതൊരു പക്ഷെ ഗൗതം ഓർക്കുന്നുണ്ടാവില്ല. അതിൽ അവരുടെ സ്ത്രീകളുടെ, നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ ഇടയിൽ, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ഇടയിൽ അവർക്ക് ഇസ്ലാമിക ദാവ അഥവാ ഇസ്ലാമിക ബോധനം നൽകേണ്ടുന്ന ഫോഴ്സിന്റെ പേര് ഷഹീൻ ഫോഴ്സ് എന്നായിരുന്നു. ഇപ്പൊ നോക്കൂ, അത്ഭുതകരം എന്ന് പറയട്ടെ, ഡോക്ടർ ഷഹീൻ ഷഹീദ്, ആ സ്ത്രീ ഇതിന്റെ ജയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീ വിഭാഗത്തിന് തലപ്പത്തിരിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വളരെ ആസൂത്രിതമായ മതപരിവർത്തന ശ്രമങ്ങളും ഒരു വശത്ത്, മറുവശത്ത് ഞങ്ങൾ ഏറ്റവും ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കൊടി പിടിക്കുന്നവരാണെന്ന് സാംസ്കാരിക നായകന്മാരെ കൊണ്ടും എച്ചിൽ തിന്നുന്ന ബുദ്ധിജീവികളെ കൊണ്ടും പറയിപ്പിക്കാം. അതേസമയത്ത് യാഥാർത്ഥ്യം എന്താണ്? ഗൗതം ഓർക്കുന്നുണ്ടാവും, ലൂസിഫർ അടുത്ത കാലത്ത് ഇറങ്ങിയ എമ്പുരാൻ എന്ന സിനിമയിൽ ഒരു മുന്ന എന്ന കഥാപാത്രത്തെ ആവിഷ്കരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഭീകരവാദം നടത്തുന്നത് യഥാർത്ഥത്തിൽ RSS ആണ്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളാണ്, അല്ലെങ്കിൽ ഒരു ശരാശരി ഹിന്ദുവാണ് എന്ന രീതിയിൽ ചലച്ചിത്രത്തിൽ ആവിഷ്കരിക്കുന്ന ഈ സിനിമാ എഴുത്തുകാരെയും നടന്മാരെയും മുഴുവൻ അറസ്റ്റ് ചെയ്യണം വേണ്ടത് ഇപ്പോൾ. കാരണം അവരെന്തു നിരുത്തരവാദപരമായ മ്ലേച്ഛമായ ഒരു സമീപനമാണ് ഭീകരവാദം പോലെ ഒരു ഗൗരവമേറിയ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത് ഹിന്ദുക്കളാണ് യഥാർത്ഥത്തിൽ അക്രമകാരികൾ എന്നല്ലേ. ഏറെ മുമ്പ് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി, രാഹുൽ ഗാന്ധിയുടെ വിക്കിലീക്സിൽ ജൂലിയൻ അസേഞ്ച് കണ്ടെത്തി എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞത്, വിദേശത്ത് പോയിട്ട് പറഞ്ഞത്, ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നം ഹിന്ദുത്വ ഭീകരവാദമാണ്, ഇസ്ലാമിക ഭീകരവാദമല്ല എന്നാണ്. തെരുവിൽ ജനങ്ങൾ തിങ്ങിക്കൂടുന്നിടത്ത് നമുക്ക് നേരിട്ട് യാതൊരു ശത്രുതയുമില്ലാത്തവരെ മതത്തിന്റെ പേരിൽ മാത്രം കൊന്നൊടുക്കുന്ന രീതിയെ മതഭീകരവാദം എന്നല്ലാതെ എന്താണ് പറയുക? ഇത്തരത്തിൽ മതഭീകരവാദികളെ വെള്ളപ്പൂശുന്ന രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, എഴുത്തുകാർ, നിരൂപകർ, സാംസ്കാരിക പ്രവർത്തകർ, ബുദ്ധിജീവികൾ, ഇവരെല്ലാം ചോദ്യം ചെയ്യൽ വിധേയരാക്കേണ്ടതാണ്. കാരണം ഇവരൊക്കെ ഈ പറഞ്ഞ ജയ്ഷെ മുഹമ്മദിന്റെയോ അല്ലെങ്കിൽ അൽ ഖ്വായിദയുടെയോ പേറോളിൽ ഇല്ലെന്ന് ആര് കണ്ടു? ഇവർക്ക് ചെല്ലും കൊടുക്കുന്ന ഈ ജിഹാദികളല്ലെന്ന് ആര് കണ്ടു? അല്ലെങ്കിൽ ഇങ്ങനെ കുറയ്ക്കേണ്ട കാര്യം എന്താണ്? ഇന്ന് തന്നെ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കണ്ടൊരു വാർത്ത,
രാമചന്ദ്ര ഗുഹ എന്ന ഹിസ്റ്റോറിയൻ അയാൾ എഴുതിയിരിക്കുകയാണ്, കാരണം ഞാൻ രാമചന്ദ്രനും അയാൾ ഉമർ ഖാലിദുമാണെന്ന്. JNUവില് ആസാദി വിളിച്ച ഉമർ ഖാലിദ്, നമ്മുടെ CAAക്കെതിരെയുള്ള പ്രക്ഷോഭം നയിച്ച ഉമർ ഖാലിദിനെ ന്യായീകരിച്ചുകൊണ്ട് ഹിന്ദു നാമധാരിയായ ഒരുത്തൻ പറഞ്ഞിരിക്കുകയാണ്, രാമചന്ദ്ര ഗുഹ പറഞ്ഞിരിക്കുകയാണ്, പേരുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ ആക്രമിക്കുന്നതെന്ന്. പേരുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ്. ഇവിടെ ഈ നുസ്രത് ജഹാന്റെ പേര് മുസ്ലിം പേരല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അബ്ദുൽ കലാമിന്റെ പേര് മുസ്ലിം പേരല്ലേ, വിരോധമുണ്ടോ? ഉസ്താദ് ജാക്കിർ ഹുസൈന്റെ പേര് മുസ്ലിം പേരല്ലേ, ഞങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ? അല്ലാ രാഖ മുസ്ലിം അല്ലേ, വല്ല പേരിലും പ്രവൃത്തിയിലും മുസ്ലിം അല്ലേ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ലല്ലോ. ഈ വിരോധം എവിടെയാ വരുന്നത്? വിരോധം വരുന്നത് പ്രവൃത്തിയിലാണ്. ബോംബ് പൊട്ടിക്കാനും ഇതരന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാനും വീട്ടിലെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകാനും മതം മാറ്റാനും ചെയ്യുന്ന തെമ്മാടിത്തരത്തിനെയും കുൽസിത പ്രവർത്തനത്തെയുമാണ് നമ്മൾ എതിർക്കുന്നത്. അതിനെ എതിർക്കുക മാത്രമല്ല, അവസാനത്തെ ജിഹാദിയും സ്വർഗത്തിലേക്ക് പോയിട്ടല്ലാതെ നമുക്ക് വിശ്രമമില്ല. അവൻ അവിടെ പോയി ഹൂറിയെ പിടിച്ചോട്ടെ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. നമുക്കറിയാം ഈ ബ്ലാസ്റ്റിന്റെ പ്രത്യേകത, ഡോക്ടർമാരും ഹൈ എക്സലന്റിലുള്ള വിദ്യാസമ്പന്നരും ഇടപെട്ട ടെററിസം ആയതുകൊണ്ട് തന്നെ. ഇപ്പൊ നമുക്കറിയാലോ, ജയ്ഷ് മുഹമ്മദ് ആവട്ടെ, ഇന്ത്യൻ മുജാഹിദീനാവട്ടെ, ഇതിന്റെയൊക്കെ ബ്രെയിനായി പ്രവർത്തിച്ചിരുന്നത് ഒരു ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ്. ജാക്കിർ നായിക് എന്ന് പറയുന്ന ഡോക്ടർ ജാക്കിർ നായിക് എന്ന പേരിൽ അയാൾ മതപ്രബോധന പരമ്പര തുടങ്ങിയിട്ടാണ്. വളരെ സൗമ്യനായി തുടങ്ങി, ഇതര മതങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നയാളാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ്, ഇന്ത്യൻ മുജാഹിദിന്റെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മുഖമായിരുന്നു അയാൾ. ഇങ്ങനെ സാംസ്കാരിക പ്രവർത്തകരെ കൊണ്ടും സാമൂഹ്യ പ്രവർത്തകരെ കൊണ്ടും കവികളെ കൊണ്ടും മറ്റും സിമ്പതി ഉണർത്തിക്കൊണ്ട് ഇസ്ലാമിക് ടെററിസം ഒരു മറ തീർത്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് ഏറ്റവും രൂക്ഷമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഇത്രയും 12 പേരുടെ മരണത്തിനിടയാക്കുകയും എത്രയോ പേർക്ക് ചെവി തകർന്നു, പിന്നെ കൈകാലുകൾ വേർപെട്ടു പോയി, അപകടം പറ്റി. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇവരുടെ ഇഞ്ചുറിയിൽ നിന്ന് മനസ്സിലാവുന്നത് സ്പ്ലിന്റ്, അതായത് നമ്മൾ ഈ പ്രത്യേക രീതിയിൽ ഡ്യൂറിംഗ് ദ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നോ സ്പ്ലിന്റർ ട്രേസസ് വർ ഫൗണ്ട്. സ്പ്ലിന്റേഴ്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ പ്രത്യേക തരം എക്സ്പ്ലോസീവ് ആണ്, അത് കണ്ടെത്താൻ ഇരിക്കുന്നേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമാവുന്ന തരത്തിലുള്ള അത്രയും ഹ്യൂജ് ഹെവി എക്സ്പ്ലോഷൻ ആണ്, ഹൈ ഗ്രേഡ്, എന്താ പറയുന്നത്, ഹൈ ഇന്റൻസിറ്റി എക്സ്പ്ലോഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഈ കാറ് മുംബൈ എക്സ്പ്രസ് വേയിൽ ഉണ്ടായിരുന്നതാണ്. പല സ്ഥലത്ത് നിർത്തിയാണ് ഡൽഹിയിലേക്ക് പ്രവേശിച്ചത്, റെഡ് ഫോർട്ടിനടുത്തേക്ക്. എനിക്ക് തോന്നുന്നു ഇത് ചാന്ദിനി ചൗക്കിൽ കൊണ്ടുപോയിട്ട് ആയിരക്കണക്കിന് നിരപരാധികളുടെ ഇടയിലിട്ട് പൊട്ടിച്ച് അവരെല്ലാം ഛിന്ന ഭിന്നമാക്കി അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം VIP സീറ്റും സ്വർഗത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി തന്നെയാണ് ഇത്. മതഭീകരവാദം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ഇന്റൻഷൻ എന്ന് ഇതിന് കവർ ഫയർ ചെയ്യുന്ന ബുദ്ധിജീവികൾ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കണം, 2900 കിലോഗ്രാം എക്സ്പ്ലോസീവ് ആണ് പിന്നെ ഇവരുടെ മുറികളിൽ നിന്ന് മുസമ്മിൽ ഷക്കീൽ എന്ന കശ്മീരി ഡോക്ടറുടെ കയ്യിൽ നിന്ന് പിടികൂടിയത്. 2900 കിലോ, എത്ര പേരെ കൊല്ലാനുള്ള പ്രഹരശേഷി ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്നവരെ നമ്മൾ ഇനി എങ്ങനെ വിശ്വസിക്കുന്നതാണ് എന്റെ ചോദ്യം. നമ്മുടെ അയൽക്കാരനായ ഡോക്ടറെ പോലും സംശയിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയാണ് ഈ ഇസ്ലാമിക ഭീകരവാദികൾ. അതിഭീകരമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതിന് എനിക്ക് തമാശ തോന്നിയത്, ഈ വാർത്ത ആദ്യം തന്നെ പത്രമാധ്യമങ്ങളിൽ, എസ്പെഷ്യലി ഈ യൂട്യൂബിലും മറ്റും ചാനലുകളുടെ വാർത്ത വന്നു തുടങ്ങി അടിയിൽ കുറെ പേര് ചിരിക്കുകയാണ്. മോദിയുടെ ഇലക്ഷൻ തന്ത്രമാണ്, ബീഹാർ ഇലക്ഷന് മുമ്പായിട്ട് മോദി തട്ടിക്കൂട്ടിയ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം ആണെന്നൊക്കെ പറയാൻ മാത്രം ഇത്രയ്ക്ക് ഉളുപ്പില്ലായിക, അല്ലെങ്കിൽ ഇത്രത്തോളം അധപ്പതിച്ച് കള്ളം പറയുക എന്നുള്ളത് എന്ത് തരം ദീനീബോധമാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. ഒരു രാജ്യത്ത് നിരപരാധികളായ ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.